നമ്മുടെ സർവസ്വമായ പരമകാരുണ്യവാനായ ഗുരുവിന്റെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുവിന്റെ വത്സല ശിഷ്യപൂജിതയുടെ തൃപ്പാദ പത്മങ്ങളിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്രമം പ്രസിഡന്റ് സർവാദരണീയ സ്വാമി ചൈതന്യ ജ്ഞാന തപസ്വി, ആശ്രമം ജനറൽ സെക്രട്ടറി സർവാദരണീയ സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി, മറ്റ് സർവാദരണീയ സമാദരണീയ ആദരണീയ സന്യാസിനിമാർ, ബഹുമാനപ്പെട്ട ബ്രഹ്മചാരിണിമാർ, പ്രിയ ആത്മബന്ധുക്കളെ സാദര പ്രണാമം. ഗുരുവിനോടുള്ള പ്രാർത്ഥന ഒരു ആചാരമോ ചടങ്ങോ മാത്രമല്ല. അത് മനുഷ്യന്റെ അന്തർലോകത്തെ ശുദ്ധീകരിക്കുകയും മനസ്സിനെ പ്രകാശിപ്പിക്കുകയും ജീവിതത്തിന് ദിശയും ശക്തിയും നൽകുകയും ചെയ്യുന്ന മഹത്തായ ഒരു ആത്മീയ സാധനയാണ്. ശരീരത്തിന് ആഹാരം എത്ര അനിവാര്യമാണോ അതുപോലെ മനസ്സിനും ആത്മാവിനും പ്രാർത്ഥന അനിവാര്യമാണ്. പ്രാർത്ഥനയിലൂടെ മനുഷ്യൻ തന്റെ അഹന്തയെയും പരിമിതികളെയും തിരിച്ചറിയുകയും ഗുരുചൈതന്യവുമായി ആത്മബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നു. ആ ബന്ധമാണ് ജീവിതത്തിന് അർത്ഥവും ആത്മവിശ്വാസവും ദർശനവും നൽകുന്നത്. Prayer offered to Guru is not merely a ritual or a ceremony. It is a great spiritual sadhana that purifies our inner world, illuminates the mind, and gives life both direction and strength. Just as food is essential for the body, prayer is essential for the mind and the soul. Through prayer, we become aware of our own ego and limitations and establish a sacred bond with Guru Chaitanya. It is that sacred bond which gives life meaning, self-belief, and divine guidance. പ്രാർത്ഥന വാക്കുകളുടെ ആവർത്തനമല്ല, അത് ഹൃദയത്തിന്റെ സമർപ്പണമാണ്. ആത്മാർത്ഥമായ ഓരോ പ്രാർത്ഥനയും മനുഷ്യന്റെ ചിന്തകളെ ശുദ്ധീകരിക്കുകയും സ്വഭാവത്തെ സംസ്കരിക്കുകയും ജീവിതത്തെ ധാർമ്മികതയുടെയും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. Prayer is not the mere repetition of words. It is the surrender of the heart. Every sincere prayer purifies our thoughts, refines our character, and leads us along the path of righteousness, love, and service. പ്രാർത്ഥനാ സങ്കല്പയജ്ഞം ഓരോ വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ആത്മീയമായി ഉണർത്തുന്ന ഒരു മഹത്തായ ദൗത്യമാണ്. ഈ യജ്ഞത്തിൽ പങ്കുചേരുന്ന ഓരോ ഹൃദയവും ഗുരുസങ്കല്പവുമായി ഒന്നു ചേരുമ്പോൾ വ്യക്തിയിൽ മാറ്റമുണ്ടാകും. കുടുംബമാറ്റം സമൂഹമാറ്റത്തിനും, സമൂഹമാറ്റം രാഷ്ട്രത്തിന്റെയും ലോകത്തിന്റെയും ആത്മീയ ഉണർവിനും മോചനത്തിനും വഴിയൊരുക്കും. The Prarthana Sankalpa Yajnam is a great mission that spiritually awakens every individual, every family, every community. As each heart that joins this yajnam becomes one with Guru Sankalpa, transformation begins within the individual. That transformation reaches the family. Transformed families strengthen society. Transformed societies contribute to the spiritual awakening and liberation of nations and the world. ഗുരുവാണിയിൽ ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ആശ്രമത്തിലെ എല്ലാ കാര്യങ്ങളുടെയും നിദാന സ്വഭാവം പ്രാർത്ഥനയിലൂടെ വന്നിട്ടുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥന എന്തിനു വേണ്ടിയാണെന്ന് ലോകത്തിന് മനസ്സിലാകുന്ന ഒരു സ്വഭാവം വന്നു ചേരും. ഗുരു reminds us in a Guruvani, the very root nature of everything in our ashram has come into being through the very act of prayer. The time will come when the world grows capable of understanding the true purpose of our prayer. നമ്മുടെ പ്രാർത്ഥനകൾ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ലോകസമാധാനത്തിനും മാനവ ഐക്യത്തിനും സർവജന മംഗളത്തിനുമായി ഉയരട്ടെ. ഗുരുചരണങ്ങളിൽ സമർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനയും ആ സമാധാനം ലോകമെമ്പാടും എത്തിക്കട്ടെ. May our prayers not remain confined to personal needs alone, but rise for world peace, human unity, and the well-being of all people. May every prayer offered at Guru's lotus feet carry that peace to every corner of the world. നമ്മുടെ എല്ലാം ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും വിജയവും പരാജയവും ഒരുപോലെ കടന്നു വരും. അത്തരം സാഹചര്യങ്ങളിൽ
മനസ്സിനെ തളരാതെ നിലനിർത്താനുള്ള ശക്തി പ്രാർത്ഥന നമുക്ക് നൽകുന്നു. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെടില്ല. കാരണം പ്രാർത്ഥന അവനിൽ വിശ്വാസവും ധൈര്യവും ക്ഷമയും വളർത്തുന്നു. മനുഷ്യന്റെ ഉള്ളിലെ ഭയം, ഉത്കണ്ഠ, അസ്വസ്ഥത എന്നിവ ക്രമേണ ശമിക്കുകയും മനസ്സിന് യഥാർത്ഥ സമാധാനം കൈവരുകയും ചെയ്യുന്നു. Joy and sorrow, success and failure visit all our lives alike. In such moments, it is prayer that gives us the strength to keep our minds from faltering. We who pray never lose hope, for prayer nourishes faith, courage, and patience within us. Gradually, the fear, anxiety, and restlessness within us begin to subside, and our minds discover true inner peace. പ്രാർത്ഥന മനുഷ്യനെ ദൈവത്തിലേക്ക് മാത്രമല്ല, സ്വന്തം അന്തരാത്മാവിലേക്കും നയിക്കുന്നു. ഗുരുവിൽ ഹൃദയം സമർപ്പിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം അലിഞ്ഞു പോകുന്നു. സ്വാർത്ഥത സ്നേഹത്തിന് വഴിമാറുന്നു. നിരാശ പ്രത്യാശയായി മാറും. ദുർബലത ആത്മവിശ്വാസമായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം ഗുരുവുമായി യോജിച്ച് പുതിയ അർത്ഥവും ലക്ഷ്യവും കൈവരിക്കുന്നു. Prayer leads us not only toward God, but also toward our own inner self. When we surrender the heart to Guru and pray with sincerity, our ego dissolves. Selfishness gives way to love. Despair turns into hope. Weakness is transformed into inner strength and self-belief. And then our lives, united with Guru, finds new meaning and new purpose. പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്ന ഓരോ നാമവും, സമർപ്പിക്കുന്ന ഓരോ കണ്ണുനീർ തുള്ളിയും, ഹൃദയത്തിൽ വിരിയുന്ന ഓരോ സങ്കല്പവും വെറുതെയാകുന്നില്ല. ഗുരുകൃപയുടെ സ്പർശം ലഭിക്കുന്ന നിമിഷം മുതൽ മനുഷ്യന്റെ ജീവിതത്തിൽ ദൃശ്യവും അദൃശ്യവുമായും മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. നാം ആഗ്രഹിച്ചത് ലഭിക്കുന്നതിൽ മാത്രമല്ല, മറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിലേക്ക് ഗുരു നമ്മെ കൈപിടിച്ച് നടത്തുന്നതിലാണ് ആ കൃപയുടെ മഹത്വം. Every name uttered in prayer, every tear offered, every sankalpa that blossoms in the heart, none of it goes in vain. From the moment we are touched by Guru Kripa, changes, seen and unseen, begin unfolding in our lives. The greatness of Guru's grace lies not necessarily in receiving what we desire, but in being gently led to what we truly need. പ്രാർത്ഥനാ സങ്കല്പ യജ്ഞം അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ മാത്രം ആത്മീയ സാധനയല്ല. അത് കുടുംബങ്ങളുടെ ഐക്യത്തിനും സമൂഹത്തിന്റെ നന്മയ്ക്കും ലോകശാന്തിക്കും വേണ്ടിയുള്ള മഹത്തായ ഒരു ആത്മീയ സമർപ്പണമാണ്. ആയിരക്കണക്കിന് ഹൃദയങ്ങൾ ഒരേ സങ്കല്പത്തോടെ ഗുരുചരണങ്ങളിൽ ഒന്നിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ആത്മീയ ശക്തി സമൂഹത്തിലാകെ പ്രകാശം പരത്തുന്നു. The Prarthana Sankalpa Yajna then is not the spiritual sadhana of one person alone. It is a great spiritual offering for the unity of families, the welfare of society, and the peace of the world. When thousands of hearts unite at Guru's feet with a single Sankalpa, the spiritual power of that prayer spreads its light throughout society. നമ്മുടെ പ്രാർത്ഥന വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ ജീവിതമായി മാറണം. നമ്മുടെ സ്നേഹത്തിൽ പ്രാർത്ഥനയുണ്ടാകണം. നമ്മുടെ സേവനത്തിൽ പ്രാർത്ഥനയുണ്ടാകണം. നമ്മുടെ കരുണയിൽ പ്രാർത്ഥനയുണ്ടാകണം. നമ്മുടെ ചിന്തകളിലും പ്രവർത്തികളിലും ഗുരുവിന്റെ സന്ദേശം പ്രതിഫലിക്കണം. അപ്പോഴാണ് പ്രാർത്ഥന യഥാർത്ഥ യജ്ഞമാകുന്നത്. Our prayer must not remain confined to words. It must become life itself. May there be prayer in our love, prayer in our service, and prayer in our compassion. Guru's message must be reflected in our every thought and action. Only then does prayer become a true yajna. നമുക്ക് ഓരോ ദിവസവും ഗുരുചരണങ്ങളിൽ ഹൃദയം സമർപ്പിക്കാം. നമ്മുടെ ജീവിതവും കുടുംബവും സമൂഹവും ലോകവും ഗുരുകൃപയ്ക്ക് സമർപ്പിക്കാം. ഓരോ പ്രാർത്ഥനയും മനുഷ്യനെ മാറ്റട്ടെ. ഓരോ മാറിയ മനുഷ്യനും സമൂഹത്തെ മാറ്റട്ടെ. ആ മാറ്റത്തിലൂടെ ഗുരുവിന്റെ ദിവ്യ സങ്കല്പം ഈ ഭൂമിയിൽ സാക്ഷാത്കരിക്കപ്പെടട്ടെ. Let us
surrender our hearts at Guru's feet each day. Let us offer our lives, our families, our society, and the world to Guru Kripa. May every prayer transform us. May each of us transformed help transform society. And through that transformation, may Guru's divine Sankalpa be realized on this earth. ഗുരുപാദ പത്മങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു ആത്മാർത്ഥ പ്രാർത്ഥന 1000 വാക്കുകളെക്കാൾ ശക്തമാണ്. അത് മനുഷ്യനെ മാറ്റുന്നു. അങ്ങനെ പ്രാർത്ഥനയിലൂടെ മാറുന്ന മനുഷ്യനിലൂടെ ലോകവും മാറുന്നു. A sincere single prayer offered at Guru's lotus feet is more powerful than 1,000 words. It transforms a person, and through that transformation, the world too is transformed. I humbly submit these words at the lotus feet of our beloved Guru, Sadguru Eswaran.